ആക്ച്വലി ഇത് അറേഞ്ച്ഡ് മാരേജ് കൈൻഡ് ഓഫ് അറേഞ്ച്ഡ് എന്ന് വേണേൽ പറയാം. ഞങ്ങൾ തന്നെയാണ് മാട്രിമോണി ത്രൂ മീറ്റ് ചെയ്തത്. എന്നിട്ടൊരു 3 months അറൗണ്ട് 3 months കഴിഞ്ഞിട്ടാണ് പേരൻസിൻ്റെ അടുത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ 3 monthsോളം ഞങ്ങൾ മിങ്കിൾ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാം ഓക്കെ ആയി. അതായത് ആ ഒരു ലവ് ഞങ്ങൾക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ പറയാനത്. അങ്ങനെ വീട്ടുകാർക്ക് ഓക്കെയാണ്. അങ്ങനെ പിന്നെ ഇവിടം വരെ എത്തി. ഞാൻ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ തന്നെ ഇവൾക്കും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ പതുക്കെ സംസാരിച്ച് സെറ്റായി. പിന്നെ ജീവിതം മുന്നോട്ട് പോകാന്നുള്ള ഇതാക്കി. പക്ഷെ എല്ലാ മാസം അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും അടിയിടുന്നു, അത് ഉറപ്പാക്കും, മസ്റ്റാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഇല്ല. ഞങ്ങൾ എത്ര പെട്ടെന്നാണെങ്കിലും മാക്സിമം സംസാരിച്ച് തന്നെ അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. അത് ഇത്ര നാളായിട്ട് ഞങ്ങൾ നീട്ടിക്കൊണ്ടു പോയിട്ടില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത്. എന്നെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അവൾ എല്ലാ കാര്യത്തിലും. സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യം നമുക്കൊരു സ്പാർക്ക് അടിക്കുമല്ലോ. അപ്പം എനിക്ക് എൻ്റെ മൈൻഡിലൊരു ഇതുണ്ടായിരുന്നു, ഞാൻ അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാൾ വേണമെന്ന്. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. മെമ്മറീസ് ആദ്യം കണ്ടതാണ് ഒരിക്കലും മറക്കില്ലാത്ത മെമ്മറി. നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം കാണുന്നത് ഒരു നിയർലി 10 monthsന് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്പം എയർപോർട്ടിൽ ഞാൻ വരുമ്പം എനിക്കറിയില്ലായിരുന്നു അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ആക്ച്വലി നാട്ടിൽ വന്ന് കാണാന്നുള്ള ഒരു ഇതായിരുന്നു. ഇവള് വരുന്നതിന് ഒരു ദിവസം മുന്നേ ഞാൻ നാട്ടിലെത്തി. അങ്ങനെ എത്തുന്നതിന് ഒരു ദിവസം മുന്നേ ഞങ്ങൾ തമ്മിൽ അടിയായി. അപ്പം ഫുള്ള് നല്ല രീതിയിൽ ഒരു പ്രശ്നം നടന്ന്. അപ്പം ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് കയറി, അത് മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ഞാനിവിടെ സർപ്രൈസ് കൊടുക്കുന്ന കാര്യം ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പം ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് നാട്ടിൽ വന്ന ടൈമിൽ ഞാൻ എയർപോർട്ടിൽ വെച്ചാൽ സർപ്രൈസ് കൊടുത്തു. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആദ്യം കണ്ടു, അതാണ് മറക്കാൻ പറ്റാത്ത. അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ഞങ്ങളുടെ. So tired but very happy. അങ്ങനെ പറഞ്ഞില്ല. Very happy. So excited actually. And the forest high.